അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വൽ ഫായിസീൻ ബില്ലാഹ്. SKSFൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി മലപ്പുറം വികസനം വിരോധം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന വളരെ പ്രസക്തമായ ഒരു ചർച്ച ഇവിടെ ക്രോഡീകരിക്കപ്പെടുകയാണ്. മലപ്പുറം ജില്ല രൂപീകൃതമായി അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ മലപ്പുറം എന്നും ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജില്ലയാണ്. മലപ്പുറത്തെക്കുറിച്ച് ഇടയ്ക്കിടെ വാർത്തകൾ ഉയർന്നു വരുന്ന ഒരു സവിശേഷമായ പ്രദേശമാണ്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് ചില പ്രത്യേക നിറങ്ങളും വ്യാഖ്യാനങ്ങളും ചരിത്ര വക്രീകരണങ്ങളുമെല്ലാം എഴുതിപ്പിടിപ്പിച്ച് വലിയ തോതിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം നടക്കാറുണ്ട് എന്ന് ഈ വിഷയത്തെക്കുറിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്തുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും. മലപ്പുറം വള്ളത്തോളിൻ്റെ, തുഞ്ചനെഴുത്തച്ഛൻ്റെ, ഉറൂബിൻ്റെ, MT വാസുദേവൻ നായരുടെ, പൂന്താനത്തിൻ്റെ, അങ്ങനെ എണ്ണി പറയാവുന്ന ഒട്ടേറെ മലയാളത്തിൻ്റെ കലക്കും സാഹിത്യത്തിനും സാമൂഹിക വികാസത്തിനുമൊക്കെ വലിയ സംഭാവന ചെയ്തവരുടെ കൂടി നാടാണ്. അതേപോലെ വെളിയങ്കോട് ഉമർ ഖാദിയെ പോലെയുള്ള, മമ്പുറം തങ്ങളെപ്പോലെയുള്ള, പൂക്കോയ തങ്ങളെപ്പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ഇങ്ങനെ ഒട്ടേറെ പേർക്ക് ജന്മം നൽകിയ ഒരു നാടുകൂടിയാണ്. ഈ ജില്ലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ജില്ലയെക്കുറിച്ച് പുറത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന പ്രചാരണങ്ങൾക്കൊന്നും യാതൊരു വസ്തുതയുമില്ല എന്ന് ആർക്കും തിരിച്ചറിയാവുന്നതാണ്. വളരെ കൗതുകരമായൊരു കാര്യം, പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം മലപ്പുറത്തെക്കുറിച്ച് ഈ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് വിദ്വേഷത്തിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നവരുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് മലപ്പുറത്തെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താമെന്ന് പലപ്പോഴും ഇത്തരം ആളുകൾ ശ്രമിക്കാറുണ്ട്. അതിന് വ്യത്യസ്തമായ പല അജണ്ടകളും തയ്യാറാക്കാറുണ്ട്. ഇവിടെ നമ്മൾ ആർക്കും തിരിച്ചറിയാവുന്നൊരു കാര്യം, മലപ്പുറം ജില്ല വളരെ പിന്നാക്ക പ്രദേശമാണ്. മലപ്പുറം ജില്ലയിൽ സ്കൂളുകളും സർക്കാർ ഓഫീസുകളും മറ്റു സംവിധാനങ്ങളുമൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരിൽ മഹാഭൂരിപക്ഷവും മറ്റു ജില്ലകളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ജോലി ചെയ്യാനെത്തിയിരുന്നത്. അത്തരം ഉദ്യോഗസ്ഥരെല്ലാം വർഷങ്ങളോളം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തുകൊണ്ട് തിരിച്ചു പോകുന്ന യാത്രയപ്പ് യോഗങ്ങളിലെല്ലാം അവരെല്ലാവരും പറയുന്നൊരു കാര്യം, ഞങ്ങൾ മലപ്പുറത്തേക്ക് വരുമ്പോൾ വളരെ ഭയപ്പാടോടുകൂടിയായിരുന്നു. ഒരുപാട് മുൻവിധികളുണ്ടായിരുന്നു. മലപ്പുറം എന്ന് കേൾക്കുമ്പോഴേക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ കഴിയുമോ എന്ന ഭയവും ആശങ്കയും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വാസ്തവവിരുദ്ധമാണെന്ന്
ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്നവർ പലരും പറയാറുണ്ട്. മാത്രമല്ല, റിട്ടയർമെൻറ്റ് ശേഷം ഇനിയുള്ള ശിഷ്ടകാല ജീവിതം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാൾ ഇനിയുള്ള കാലം മലപ്പുറത്ത് തന്നെ ജീവിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഇവിടെ സ്ഥിരതാമസമാക്കിയവരെ കാണാൻ കഴിയും. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ അനുഭവമല്ല. ഇവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്ന മുസ്ലിങ്ങളല്ലാത്ത മറ്റു സഹോദര സമുദായങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകളുടെ ജീവിതാനുഭവങ്ങളാണ്. ഇങ്ങനൊരു ജില്ലയെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തെ വർഗീയമായ ചേരിതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് കലാപങ്ങളും സംഘർഷഭൂമിയാക്കാൻ പലരും പല താല്പര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ മലപ്പുറത്തെ പോലെ സാമുദായിക സൗഹാർദ്ദം അത് വളരെ യാഥാർത്ഥ്യത്തോടു കൂടി നിലനിൽക്കുന്ന മറ്റൊരു പ്രദേശം ഇന്ത്യ രാജ്യത്ത് എവിടെയുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് മലപ്പുറത്തിലുള്ള ഈ സാമൂഹ്യ ചുറ്റുപാടിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. പ്രളയകാലത്താണ് മലപ്പുറത്തെയും മലബാറിലെയും ജനങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മഹത്വം നമ്മുടെ തെക്കൻ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇനിയൊരു പക്ഷേ കാണാൻ സാധ്യതയില്ലാത്ത ഓരോ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ വീടുകൾ കഴുകി വൃത്തിയാക്കി അവർക്കാവശ്യമായ മുഴുവൻ സേവന പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് നൂറുകണക്കിന് ചെറുപ്പക്കാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട് അത്തരമൊരു വലിയ സേവന പ്രവർത്തനങ്ങൾക്ക് ചെല്ലുന്നതിൻ്റെ കാരണം അവരെത്തിപ്പെടുന്നത് ഒരുപക്ഷെ ക്ഷേത്രം വൃത്തിയാക്കാനായിരിക്കാം, ചർച്ചുകൾ വൃത്തിയാക്കാനായിരിക്കാം, അവരുടെ മറ്റു സഹോദര സമുദായങ്ങളിൽപ്പെട്ടവരുടെ വീടുകൾ വൃത്തിയാക്കാനായിരിക്കാം. പക്ഷെ അത്രയും വലിയൊരു മഹാമനസ്കതയുള്ള ഒരു പറ്റം ആളുകളുടെ നാട് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതല്ല, എഴുതി പിടിപ്പിച്ചതല്ല. ഈ കഴിഞ്ഞ പ്രളയകാലത്ത് എല്ലാവർക്കും ബോധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും മലപ്പുറത്തെക്കുറിച്ച് ഒരു തെറ്റായ പ്രചാരണം നടത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ എങ്ങനെയൊക്കെ ഇവിടെ വർഗീയമായ ചേരിതിരിവുകളും സംഘർഷവും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ശ്രമങ്ങൾ പലരും പലപ്പോഴും നടത്തുന്നുണ്ട്. പക്ഷേ വസ്തുത നേരെ തിരിച്ചാണ്. അതേപോലെ തന്നെയാണ് വർഗീയമായ കലാപമുണ്ടാക്കി മലപ്പുറത്തെ സംഘർഷഭൂമിയാക്കാനുള്ള ശ്രമങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉമ്മൻ കോശി ഒരിക്കൽ പറഞ്ഞത് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്നൊരു പരാമർശം നടത്തുന്ന സംഭവമുണ്ടായി. ശ്രീകൃഷ്ണ ജയന്തിക്ക് താനൂരിൽ ശോഭയാത്ര നടത്തുന്ന സമയത്ത് ആ ശോഭയാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയം, നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തിയിലെ ശോഭയാത്ര ധാരാളം ഹൈന്ദവ സഹോദരിമാർ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ശ്രീകൃഷ്ണ വേഷം ധരിച്ചുകൊണ്ട് വളരെ സമാധാനപൂർവ്വം, വളരെ വർണ്ണപ്പകിട്ടോടുകൂടി നമ്മുടെ ഗ്രാമങ്ങളെയെല്ലാം അലങ്കരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ശോഭയാത്രകൾ. ആ ശോഭയാത്രയെ അവിടെ സ്ഫോടനമുണ്ടാക്കി മലപ്പുറം ജില്ലയെ വലിയൊരു കലാപമൂപിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ആസൂത്രിതമായ പദ്ധതി. ശോഭയാത്രയ്ക്ക് നേരെ ബോംബെറിയാൻ വേണ്ടി തിരുവനന്തപുരത്തെ RSS പ്രവർത്തകനായ ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്ന് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെയാണ് സ്ഫോടനത്തിൽ അദ്ദേഹം മരണപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ ശോഭയാത്രക്കെതിരെ ബോംബെറിഞ്ഞ് സംഘർഷമുണ്ടാക്കി ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയായിരുന്നു എന്ന് പുറത്തു വന്നത്. അപ്പം മലപ്പുറത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുമ്പോൾ, മലപ്പുറത്ത് ഇത്തരം പ്രശ്നങ്ങളില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മലപ്പുറം ഇങ്ങനെ സംഘർഷഭൂമിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പലപ്പോഴും ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് വളാഞ്ചേരിക്കടുത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിൽ മനുഷ്യൻ്റെ വിസർജ്യം, മലം
അഭിഷേകം ചെയ്തുകൊണ്ട് വൃത്തിഹീനമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്ക് BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനമുണ്ടായി. ആ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ സത്യസന്ധമായി ആ വിഷയത്തെ സമീപിക്കുകയും കൈകാര്യം ചെയ്തപ്പോൾ അവിടെയുള്ള ഒരു പ്രാദേശികമായ BJP നേതാവിൻ്റെ സഹോദരനാണ് ഈ കൃത്യം നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതിൻ്റെ പേരിൽ അവിടെ ഒരു സംഘർഷമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കൃത്രിമമായി മലപ്പുറത്തെ സംഘർഷഭൂമിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ട് പോലും അത് വിജയിക്കാതിരിക്കുകയും ഒട്ടേറെ കള്ളപ്രചരണങ്ങൾ കാലങ്ങളായി നടത്തിയിട്ടും അതും വിജയിക്കാതിരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പിന്നെ ഈ മലപ്പുറത്തെ എങ്ങനെയെല്ലാം ഒരു വർഗീയമായ ചേതിരിവുണ്ടാക്കുന്ന അത്തരമുള്ള ഒരു സാമൂഹിക ചുറ്റുപാട് ഉണ്ടാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഇടയ്ക്കിടെ ചില പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും ഇവിടെ നടന്നു വരുന്നത്. ഇതിനെ കൃത്യമായ തിരിച്ചറിവോടുകൂടി പ്രതിരോധിക്കാൻ കഴിയണം. ഇവിടെ വരുന്ന ബന്ധപ്പെടുന്ന സഹവസിക്കുന്ന ആളുകളുടെ ജീവിതാനുഭവം തന്നെ മലപ്പുറത്തെക്കുറിച്ച് കള്ളപ്രചരണം നടത്തുന്നവരുടെ ഈ പ്രചാരണങ്ങൾ 100% ശുദ്ധ കളവാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇനിയുള്ള കാലവും വളരെ ജാഗ്രതയോടുകൂടി ഈ സത്യസന്ധമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഈ വിരോധത്തിൻ്റെ രീതിയെ നേരിടാനുള്ള വഴി എന്ന് പറയുന്നത് ഇതുമാത്രമാണ്. രണ്ടാമത്തൊരു കാര്യം, മലപ്പുറത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. മലപ്പുറത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇതേപോലെ വലിയ ഒരു ചർച്ചാ വിഷയമാണ്. മലപ്പുറം വളരെ കൂടുതൽ ജനസംഖ്യ ബാഹുല്യമുള്ള ഒരു ജില്ലയാണ്. ജനസംഖ്യാനുപാതികമായിട്ട് ഇനിയും ഒട്ടേറെ വികസനങ്ങൾ ജില്ലയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ജില്ലയിൽ പലപ്പോഴും വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇവിടെ SLC +2 പരീക്ഷകളുടെ റിസൾട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഉപരിപഠനത്തിന് ആവശ്യമായിട്ടുള്ള സീറ്റുകൾ ലഭിക്കുന്നില്ല എന്നതിൽ ചുരുങ്ങുന്നതല്ല മലപ്പുറത്തിൻ്റെ വികസനം. നേരെ മറിച്ച് മലപ്പുറത്തിൻ്റെ വികസനത്തെ വളരെ തന്ത്രപരമായിട്ട് അതിനെ മുരടിപ്പിച്ച് കളയുവാനോ, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാർ ഖജനാവിൽ നിന്ന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു രീതിയൊന്നുമല്ല, അത് മലപ്പുറത്തുകാർ തന്നെ സ്വയം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന ഒരു തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാൻ പലപ്പോഴും ഇവിടെ ശ്രമങ്ങൾ നടക്കാറുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് വളരെ തെറ്റായ ചില ധാരണകൾ പ്രചരിപ്പിക്കാൻ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ പോലും ശ്രമിക്കാറുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്തിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്ന പോലെ, മലപ്പുറത്തിനു വേണ്ടി സംസാരിക്കുന്ന പോലെ, മലപ്പുറത്തിൻ്റെ വികസനത്തിലും പുരോഗതിയിലുമൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന വ്യാജേന, എന്നാൽ മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താനോ മലപ്പുറത്തിൻ്റെ വികസനത്തെ മുരടിപ്പിക്കാനോ വളരെ ബുദ്ധിപരമായിട്ടുള്ള ചില സമീപനങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ്. മലപ്പുറം ജില്ലയിൽ ഒരു എയർപോർട്ടുണ്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്. ആ എയർപോർട്ടിൻ്റെ പേര് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. എന്നാൽ മലപ്പുറത്ത് കുറച്ച് കുട്ടികൾ SLC പരീക്ഷയിൽ നല്ല വിജയം നേടിയാൽ അതിനെ വിശേഷിപ്പിക്കപ്പെടാറുള്ളത് മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ച് പാസ്സാവുന്നു എന്നാണ്. മലപ്പുറത്ത് ഈയിടെ ഉണ്ടായ ഒരു പുതിയ വിവാദം, പാലക്കാട് ജില്ലയിൽ ഒരാന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദം, അത് മലപ്പുറത്തേക്ക് ഇങ്ങോട്ടാണ് വന്നത്. അപ്പം മലപ്പുറത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകളുണ്ടെങ്കിൽ അതിനെ മലപ്പുറത്തിന് പുറത്ത് മറ്റു ജില്ലകളുടെ പേരെടുത്തുകൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തിൻ്റെ പേരിൽ അതിനൊരു സൽപ്പേര് വരാതിരിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് പരിശ്രമം നടത്തുകയും
മലപ്പുറത്ത് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മലപ്പുറത്തിനെ ചേർത്ത് പറയുകയും ഇനി മലപ്പുറത്തിന് ഗുണകരമായിട്ടുള്ള വല്ല റിസൾട്ടുകളുണ്ടെങ്കിൽ അതിനെ വളരെ വികൃതമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്നൊരു പ്രവണത രാഷ്ട്രീയക്കാർക്കിടയിലും ഉദ്യോഗസ്ഥർക്കിടയിലും മാധ്യമപ്രവർത്തകർക്കിടയിലുമൊക്കെ സാധാരണയായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മലപ്പുറത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ഈ പുരോഗതിയുടെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കബളിപ്പിക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണം, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് കേരളത്തിൽ 6 മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചു. അതിലൊരു മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജായിരുന്നു. ഗവൺമെൻറ് ഒരു മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഭൂമി, കെട്ടിടം, മറ്റ് അവിടുത്തെ സൗകര്യങ്ങൾ, ആവശ്യമായ തസ്തികകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാം ഗവൺമെൻറ്റാണ് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്. മറ്റു പല മെഡിക്കൽ കോളേജുകളും അതിൻ്റെ അല്പം സമയം വൈകിട്ടാണെങ്കിലും അതിൻ്റെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് നടന്നു. പക്ഷെ മഞ്ചേരിയിൽ സംഭവിച്ചത്, മഞ്ചേരിയിൽ നിലവിലുണ്ടായിരുന്ന ഒരു ജനറൽ ആശുപത്രിയെ അതിന് മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചുകൊണ്ട് ഒരുപക്ഷെ കുറച്ച് തസ്തികകൾ വർദ്ധിപ്പിച്ചുകൊണ്ടോ കുറച്ച് കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ടോ MBBSൻ്റെ പുതിയൊരു ബാച്ച് ആരംഭിച്ചുകൊണ്ട് അത്തരമൊരു സംവിധാനം തുടങ്ങി. പക്ഷെ തുടങ്ങിയത് പോലും പൂർണ്ണമായും സർക്കാർ ഫണ്ട് കൊണ്ടല്ല. ആ മറ്റൊരു ആശുപത്രിയുടെ, ഒരു ജനറൽ ആശുപത്രിയുടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജായിട്ട് രൂപാന്തരം ചെയ്യപ്പെടുമ്പോൾ പോലും സ്കൂൾ കുട്ടികളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട്, നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ യാഥാർത്ഥ്യമാകുന്നത്. എന്നിട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും പിന്നീടും ആ മെഡിക്കൽ കോളേജിനെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോഴൊക്കെ മലപ്പുറത്തെ ജനങ്ങൾ വളരെ ഉദാരമനസ്കരാണ്, അവർ നാടിൻ്റെ വികസനത്തിനു വേണ്ടി വളരെയധികം സംഭാവന ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്ന് അനുവദിക്കേണ്ട ഫണ്ട് തടഞ്ഞു വെച്ച് അവിടെ നിന്ന് എന്തെങ്കിലും പ്രാഥമികമായ ഫണ്ടുകൾ അനുവദിച്ച് മലപ്പുറത്താണെങ്കിൽ മെഡിക്കൽ കോളേജാണെങ്കിലും മറ്റെന്താണെങ്കിലും ബാക്കിയെല്ലാം മലപ്പുറത്തുകാർ പിരിച്ചുണ്ടാക്കട്ടെ എന്ന ഒരു രീതിയിലേക്ക് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മലപ്പുറത്തിൻ്റെ വികസനം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സംഭാവന, ഗൾഫ് സാമ്പത്തിക സ്രോതസ്സ് മലപ്പുറത്തിൻ്റെ വികസനത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ മലപ്പുറം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ള സഹായം ഇത് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് തിരുവനന്തപുരത്തുൾപ്പെടെ സർക്കാർ ഭൂമികൾ വിവിധ സാമുദായിക സംഘടനകൾക്ക് സർക്കാർ പതിച്ചു കൊടുക്കുന്ന വാർത്തകൾ വേറെ പുറത്തു വരുന്നത്. ഇവിടെയാണെങ്കിൽ, മലപ്പുറത്താണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെങ്കിൽ മലപ്പുറത്തെ ജനങ്ങൾ സംഭാവന പിരിച്ചിട്ട് പണമുണ്ടാക്കിയിട്ട് ഗവൺമെൻറ് കൊടുക്കണം. തെക്കൻ കേരളത്തിലാണെങ്കിൽ സർക്കാർ ഭൂമി വിവിധ സാമുദായിക സംഘടനകൾക്ക് ആസ്ഥാനം പണിയാനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് സർക്കാർ ഭൂമികൾ പതിച്ചു കൊടുക്കുന്നു. ഈ ഒരു വ്യത്യാസം ഉദ്യോഗസ്ഥ ലോബി വളരെ തന്ത്രപരമായിട്ട് ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മലപ്പുറത്തെ ജനങ്ങൾ എല്ലാം ഏറ്റെടുക്കുന്നവരാണ്, വളരെ ഉദാരമനസ്കരാണ്. അവർ മഞ്ചേരി മെഡിക്കൽ കോളേജിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ സായുജ്യമടയുകയാണ്. സത്യത്തിൽ നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട യഥാർത്ഥ സാമ്പത്തികമായിട്ടുള്ള വിഹിതങ്ങൾ വാങ്ങിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തി ജില്ലയിലെ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവണം. ഈ രീതിയിൽ മലപ്പുറത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു പാക്കേജ് ആവിഷ്കരിക്കുകയും അത് കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായിട്ട് മലപ്പുറത്തിൻ്റെ വികസനം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു വലിയ മൂവ്മെൻറ്റ് മലപ്പുറത്ത് ആവിഷ്കരിക്കപ്പെട്ടാൽ മാത്രമേ ഈ ജില്ല നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. മലപ്പുറത്ത് പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്ത് ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. നമുക്കറിയാം, അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ആരംഭിച്ച ആ സമയത്ത് അനുവദിക്കപ്പെട്ട കോഴ്സുകളല്ലാതെ ആ അലിഗഡ് ഓഫ് ക്യാമ്പസിൽ പിന്നെ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ അതിൻ്റെ പല ഫണ്ടുകളും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട്
തടയാനും അതിന് പല മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും ഉള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ നിലവിലുള്ള ആ ഒരു സ്ഥാപനം പോലും ഇല്ലായ്മ ചെയ്യാൻ വലിയ ഗൂഢാലോചന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെ പോസിറ്റീവാണ് എന്ന് തോന്നുന്ന ചില വാർത്തകൾ, ആ വാർത്തകളുടെ മറവിലൂടെ വളരെ തന്ത്രപരമായിട്ട് മലപ്പുറം വളരെ പിന്നാക്കമാണ്, വിവരമില്ലാത്തവരുടെ നാടാണ്, അപരിഷ്കൃതരുടെ നാടാണ്, എഴുത്തുമായന അറിയാത്തവരുടെ നാടാണ് എന്നൊരു മെസ്സേജ് പുറത്തുവിട്ട് മലപ്പുറത്തെക്കുറിച്ച് ഒരു മോശപ്പെട്ട ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ചില അജണ്ടകൾ വളരെ തന്ത്രപരമായിട്ട് ചില കേന്ദ്രങ്ങൾ പലപ്പോഴായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ തന്നെ പലരും ഈ അജണ്ടകൾ പോലും തിരിച്ചറിയാതെ നമ്മൾ പോലും അതിൻ്റെ പ്രചാരകരായി പോകുന്നു എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഉദാഹരണം, നമ്മുടെ സാക്ഷരതാ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചു. ഇന്ത്യയിൽ മുഴുവൻ സാക്ഷരതാ പ്രവർത്തനം ഉണ്ടായി. അതിൽ 100% സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ജില്ലയായിട്ട് മലപ്പുറം പ്രഖ്യാപിക്കപ്പെട്ടു. 100% സാക്ഷരത കൈവരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സാങ്കേതികമായ കണക്കാണ്. അല്ലാതെ മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളും വലിയ വിദ്യാസമ്പന്നരായി എന്നോ കൃത്യമായിട്ട് എഴുത്തുമായന അറിയാവുന്നവരായി എന്നൊന്നുമല്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ടാക്കുന്നൊരു കണക്കിൻ്റെ രീതി അനുസരിച്ച് സാങ്കേതികമായി ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. പക്ഷേ മലപ്പുറം 100% സാക്ഷരത കൈവരിച്ചു എന്ന് കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ ഒരു സാക്ഷരതാ പ്രൊജക്റ്റ് വിജയിച്ചു എന്നതിനേക്കാൾ അപ്പുറം മലപ്പുറത്തെ ജനങ്ങളൊന്നും ഇത്രയും കാലം എഴുത്തും വായനയും അറിയാത്തവരായിരുന്നു എന്ന ഒരു വലിയ മെസ്സേജ് ഇവിടെ നിന്ന് പുറത്തേക്ക് അറിയിക്കുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതേപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി കരുവാരകുണ്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അദ്ദേഹം അവിടെ ഒരു ഹൈസ്കൂളിൽ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്ന ആ സമയത്ത് അദ്ദേഹം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നു, നിങ്ങൾക്ക് അത് എൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറുള്ളൊരു വിദ്യാർത്ഥി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മുസ്ലിം പെൺകുട്ടി ആവശ്യപ്പെട്ട അതേ സമയത്ത് തന്നെ ഓടി വേദിയിൽ വന്നു. വലിയ കരഘോഷങ്ങളോടുകൂടിയാണ് ആ പെൺകുട്ടിയെ എല്ലാവരും സദസ്സുമൊക്കെ സ്വീകരിച്ചത്. കാരണം അത്രയും ടാലൻ്റായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ അതിന് കഴിയൂ. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു VVIPയുടെ പ്രഭാഷണം പരിഭാഷപ്പെടുത്താൻ വേണ്ടി നിമിഷ നേരം കൊണ്ട് സന്നദ്ധ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ഒരു പ്രതിഭയാണ് തെളിയിക്കുന്നത്. തീർച്ചയായും ആ വിദ്യാർത്ഥി അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ വിദ്യാർത്ഥി അഭിനന്ദിക്കപ്പെടുമ്പോൾ തന്നെ ഇത് മലപ്പുറത്തിൻ്റെ ഒരു വലിയ വിദ്യാഭ്യാസ മുന്നേറ്റമായിട്ട് ഇവിടെ വിലയിരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മലപ്പുറത്തിൻ്റെ വലിയൊരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ഒരു ചൂണ്ടുപലകയായി ഈ പെൺകുട്ടി, അതും കരുവാരകുണ്ടിലെ ഒരു മുസ്ലിം പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തുന്നു എന്ന ആ ഒരു ന്യൂസിനെ മലപ്പുറത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റമായിട്ട് പ്രചരിപ്പിക്കുന്നു. ഇത് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ കഴിവിനെയോ കുട്ടിയുടെ സന്നദ്ധതയെയോ ആ കുട്ടിയുടെ ടാലൻറ്റിനെ ഒരിക്കലും നമ്മൾ ചെറുതായി കാണുന്നില്ല. പക്ഷേ ഇത് ഒരു ജില്ലയുടെ, ഒരു നാടിൻ്റെ, ഒരു സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ അളവുകോലായിട്ട് കണക്കാക്കുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഭാഷ പോലും ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഈ നാട്ടിലുള്ളവർ എന്ന വലിയൊരു നെഗറ്റീവ് മെസ്സേജ് അതിൻ്റെ മറുഭാഗത്ത് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അത് ഒരു കുട്ടിയുടെ കഴിവിനെ നമ്മൾ എടുത്ത് പറയണം, ആ കുട്ടിയെ അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനപ്പുറം അതൊരു നാടിൻ്റെയും സമുദായത്തിൻ്റെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെയൊക്കെ അളവുകോലായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ ഒരർത്ഥത്തിൽ ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് കേരളത്തിലെ നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ കാര്യമെടുത്ത് പറഞ്ഞാലും. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ് നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഇവിടുത്തെ മതസ്ഥാപനങ്ങൾ, ഇവിടുത്തെ മതബോധം, മതപ്രഭാഷണങ്ങൾ, മതപരമായ ഒരു അന്തരീക്ഷം എന്നൊക്കെ പറയുന്നത് ഈ സാമുദായികമായിട്ടുള്ള സൗഹാർദ്ദത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. കാരണം മതത്തെ കൃത്യമായിട്ട് അറിയാനും അനുഷ്ഠിക്കാനും എത്ര ഇസ്ലാമിക് ഫോബിക്കായിട്ടുള്ള അജണ്ടകൾ ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, മുസ്ലിങ്ങളെക്കുറിച്ച് എത്ര തെറ്റായ ധാരണകൾ പരത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ അനുഭവിച്ച മുസ്ലിങ്ങൾ അങ്ങനെയല്ല എന്ന് ഇവിടുത്തെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തിരിച്ചു പറയാൻ സാധിക്കുന്നത് മതബോധത്തോടു കൂടി ജീവിക്കുന്ന മുസ്ലിങ്ങളുമായി ഇടപഴകാൻ അവർക്ക് അവസരം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ
ഇത്തരത്തിലുള്ള ഈ യാഥാർത്ഥ്യത്തെ ഉദാഹരണം ഇപ്പോൾ ഡിസംബർ 6-ന് നമ്മുടെ സംസ്ഥാനത്ത് കലാപങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാത്തതിൻ്റെ കാരണമായിട്ട് പോലും വിശേഷിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും അന്ന് ഇവിടെ നമ്മുടെ പാണക്കാട് തങ്ങന്മാരുൾപ്പെടെ ആത്മസംയമനം പാലിക്കാനും വേണ്ടി നിർദ്ദേശിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നു. വളരെ ശരിയാണ്. കാരണം തങ്ങളുടെ നേതൃത്വം വളരെ പ്രധാനമാണ്. തങ്ങളുടെ സാന്നിധ്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ്. എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്കൊരു അത്താണിയായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അടുക്കൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സമാശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു സമാശ്വാസത്തിൻ്റെ കേന്ദ്രത്തെ ഇവിടെ വലിയ കലാപങ്ങൾ അമർച്ച ചെയ്യുന്ന ഒരു കേന്ദ്രമാക്കിയിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രകീർത്തിക്കുന്ന രീതിയിൽ, നമ്മുടെ നന്മ പറയുന്ന രീതിയിലാണത് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടാവുക. അന്ന് ആത്മസംയമനത്തിന് വേണ്ടിയിട്ടൊരു ആഹ്വാനം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ മലപ്പുറം ഇവിടെ ആകെ കത്തിച്ചാമ്പലാകുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പ്രസ്താവന നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒരു വലിയ സായുധ കലാപത്തിന് ഒരുങ്ങി നിൽക്കുന്നവരാണ് മലപ്പുറത്തുകാർ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത്തരം സംഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ സമാധാനപരമായ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കാൻ കാരണം മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, ഇവിടെ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും മറ്റു സമുദായങ്ങൾക്കിടയിലൊക്കെ ഈ സമാധാനം നിലനിൽക്കാൻ കാരണം ഇതേപോലെയുള്ള സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെ കൂടി പങ്കാളിത്തമുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു പ്രസ്താവനയോ ആഹ്വാനമോ ഇല്ലെങ്കിൽ ഇവിടെ വലിയ തോതിലുള്ള കലാപങ്ങൾക്ക് തക്കം പാർത്തിരിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രചാരണങ്ങൾ, അത്തരം അജണ്ടകൾ ഇതിൻ്റെ പിറകിലുണ്ട്. പക്ഷേ ആ അജണ്ടകൾ തിരിച്ചറിയാതെ നമ്മൾ തന്നെ പലപ്പോഴും അതിൻ്റെയൊക്കെ പ്രചാരകരായി മാറുന്നു എന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള സംഗതി ഇതിൻ്റെയൊക്കെ ഭാഗത്തുണ്ട്. ഈ ഒരു സാഹചര്യം, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ വിരോധികളെ വളരെ ബുദ്ധിപരമായിട്ട് സമീപിച്ചുകൊണ്ട് തന്നെ മറുഭാഗത്ത് ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരിക്കലും രാഷ്ട്രീയമായ താല്പര്യത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയില്ല. ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ വിഭജനത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന ഒരു ഭാഗത്ത്, മറ്റൊന്ന് മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിൽ പുതിയ ജില്ലകൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ജനസംഖ്യാനുപാതികമായിട്ട് പുതിയ ജില്ലകൾ വളർന്നു വരണം, പുതിയ ജില്ലകൾ രൂപീകരിക്കണം, പുതിയ താലൂക്കുകൾ രൂപീകരിക്കണം, പുതിയ പഞ്ചായത്തുകളും വില്ലേജുകളും രൂപീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു. പലപ്പോഴും രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ അതത് പാർട്ടികളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചുകൊണ്ട് വാർഡ് വിഭജനം നടക്കാറുണ്ട്. പക്ഷേ അതിനാരും ഒരു സാമുദായിക നിറവും നൽകാറില്ല. രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കാറുണ്ട്. ആരും ഒരു മതപരമായിട്ട് നിറവ് ഇതിന് നൽകാറില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിച്ച് കയറാൻ അവരവർക്ക് സ്വാധീനമുള്ള ഗവൺമെൻറ് വരുമ്പോൾ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. നേരെ മറിച്ച് നാടിൻ്റെ വികസനത്തിന് വേണ്ടി റവന്യൂ അടിസ്ഥാനത്തിൽ ജില്ലകളും താലൂക്കുകളും വിഭജിക്കുന്ന കാര്യം അല്ലെങ്കിൽ പുതുതായിട്ട് രൂപീകരിക്കുന്ന കാര്യം പറയുമ്പോഴേക്ക് അവിടെ സമുദായത്തിൻ്റെയും വിഭാഗത്തിൻ്റെയും നിറം കലർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളത് നിസ്സാരമായിട്ട് കണ്ടുകൂടാ. അപ്പോൾ അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തിയോടുള്ള നിലപാടാണ് നമ്മുടെ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന ഗവൺമെൻറ് മുമ്പിൽ പ്രതിപക്ഷ പാർട്ടിയിലെ ബഹുമാന്യരായ KN ഖാദർ സാഹിബ് പുതിയ ജില്ലാ രൂപീകരണത്തിൻ്റെ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. ഈ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഇത്തരമൊരു പദ്ധതിയെ ഞങ്ങളുടെ അജണ്ടയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സെക്കൻഡ് വെച്ചുകൊണ്ട് ആ ആവശ്യത്തെ നിരാകരിക്കുന്ന സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായത്. ഇനി ജില്ലാ രൂപീകരണവുമോ മറ്റോ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം നടപടി ഇല്ലെങ്കിൽ പോലും വികസന മുരടിപ്പ് നമ്മുടെ ജില്ലയിലുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് ഭരണപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷമാണെങ്കിലും മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ ഈ ജില്ലയുടെ വികസനത്തിനു വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ാണ് ഈ മലപ്പുറം ജില്ലയിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു മലപ്പുറം ജില്ലയുടെ വികസനത്തിനാവശ്യമായിട്ടുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുതിയ ജില്ലയുടെയും മറ്റു റവന്യൂ അടിസ്ഥാനത്തിലുള്ള മറ്റു ഘടകങ്ങളുടെയും രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര കഴിഞ്ഞ മാറി മാറി വരുന്ന സർക്കാരുകൾ അതിനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ശ്രമങ്ങൾ നടത്താത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാറുള്ള ചില കാര്യങ്ങൾ,
ഇപ്പോൾ ജില്ലാ വിഭജനം അല്ലെങ്കിൽ പുതിയ ജില്ലയുടെ രൂപീകരണം ചില തീവ്ര പശ്ചാത്തലമുള്ള സംഘടനകൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. അപ്പോൾ അത്തരം മുദ്രാവാക്യങ്ങൾ അവർ ഉന്നയിച്ച സ്ഥിതിക്ക് ആ കാര്യം ഇനി സർക്കാർ ചെലവഴിക്കുമ്പോൾ അത്തരം ആശയക്കാരായിട്ടുള്ള അത്തരം സംഘടനകളുടെ മുമ്പിൽ സർക്കാർ കീഴടങ്ങിയെന്ന ആക്ഷേപം വരും. അത് ഞങ്ങൾക്ക് വലിയ ദോഷമുണ്ടാക്കും എന്നൊരു വ്യാഖ്യാനമാണ് പല ആളുകളും പറയാറുള്ളത്. ആരുടെയും മുന്നിൽ കീഴടങ്ങേണ്ടതില്ല. പക്ഷേ ഇത്തരം ആളുകൾക്ക് ഇത്തരം ആവശ്യം ഉന്നയിക്കാൻ ആവശ്യമായ സ്പേസ് ആരാണ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത് എന്ന് ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഏത് സംഘടനയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അതിന് ഇവിടുത്തെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കൂടി അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇനി ഇതേപോലെയുള്ള കക്ഷികൾക്ക് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം കൊടുക്കാത്ത വിധം പഴുതടച്ചുകൊണ്ട് ജില്ലയുടെ സമഗ്ര വികസനത്തിനു വേണ്ടി ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു വികസനം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള നടപടിക്രമം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടാവണം. മലപ്പുറം ജില്ലയുടെ രൂപീകരണ കാലത്ത് ഈ ജില്ലയുടെ രൂപീകരണത്തിനെതിരായിട്ടുള്ള വലിയ വർഗീയമായ സ്വരത്തോടു കൂടിയുള്ള സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത നേതാക്കളും പാർട്ടികളുമൊക്കെ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവരതിന് ശേഷവും മാറി മാറി നമ്മുടെ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട്. അത്തരം കക്ഷികളെല്ലാം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ ഈ വിഷയത്തിലൊക്കെയുള്ള അവരുടെ നിലപാട് എന്താണ് എന്ന് ജനങ്ങളോട് തുറന്നു പറയുന്നതൊക്കെ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നുകൂടി സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പഴയ പോലെയല്ല ജില്ലയുടെ അവസ്ഥയെക്കുറിച്ച്, വികസന രീതിയെക്കുറിച്ച്, ഇവിടുത്തെ പോരായ്മകളെക്കുറിച്ച്, പരിമിതികളെക്കുറിച്ചൊക്കെ വളരെ പ്രബുദ്ധരാണ് രാജ്യത്തെ ജനങ്ങൾ. അതുകൊണ്ട് ഈ വികസനത്തിനാവശ്യമായിട്ടുള്ള കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കണം. അതേപോലെ ആ സംസ്ഥാന സർക്കാരിനെ അത്തരം വഴികളിലേക്ക് അവിടെ ശ്രദ്ധ ക്ഷണിക്കാനും അതിനാവശ്യമായ സമരപരിപാടികളും പ്രക്ഷോഭങ്ങളും ആവിഷ്കരിക്കാനും പ്രതിപക്ഷത്തിനും സാധിക്കണം. നാടിൻ്റെ ഒത്തൊരുമിച്ചുള്ള ഈ വികസന മുന്നേറ്റത്തിന് എല്ലാവരുടെയും പിന്തുണ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഈ ചർച്ചയിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശവുമായി, അഥവാ നമ്മുടെ ജില്ലയുടെ നാടിൻ്റെ ഭാവി വികസനം സ്വപ്നം കണ്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖരെയുമൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. SKSFൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നല്ലൊരു തുടക്കമാണ് ഈ ചർച്ചയിലൂടെ ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത്. അത് ഇതേപോലെ കേവലം ഒരു ചർച്ചയിലൂടെ അവസാനിക്കാതെ വരും നാളുകളിൽ നമ്മുടെ ജില്ലയുടെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോരുത്തർക്കിടയിലും കൂടുതൽ ചർച്ചകളിൽ വിഷയീഭവിക്കുന്നതിന് ഈ ചർച്ച കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് മുന്നിട്ടിറങ്ങിയ മലപ്പുറം വെസ്റ്റ് ജില്ലാ SKSF കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.